സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ബ്രോ സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ബ്രോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവരും റീൽ കണ്ടില്ലേ? നമ്മളെ ഫേമസ് ആയിട്ടുള്ള റീൽസ് താരം അല്ല ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് രേണുസുതിയാണ്. രേണുസുതിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് വരെയും രേണുസുതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല, ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെക്കുറിച്ച് പറയാനാണെങ്കിൽ അവരുടെ റീൽസിനെക്കുറിച്ചും അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും പറയാനുണ്ടാവും. അതൊന്നും പറയാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, രേണുസുതി ജീവിക്കുന്നത് എൻ്റെ ചിലവിലല്ല. രേണുസുതിക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത് ഞാനല്ല. രേണുസുതി ഏത് രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചാലും അതെന്നെ ബാധിക്കുന്ന വിഷയവുമല്ല. ഞാൻ അവരുടെ റീൽസ് കാണാൻ പോവാറുമില്ല. പിന്നെ രേണുസുതിനെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ, അവർ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ അവരുടെ റീൽസ്, അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അവരങ്ങോട്ട് നോക്കി, അവരിങ്ങോട്ട് നോക്കി, അവർ ആ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടു, അവരെങ്ങനെയുള്ള റീൽസ് ചെയ്തു, സുധിച്ചേട്ടൻ അപമാനം ഉണ്ടാക്കി, സുധിച്ചേട്ടൻ്റെ പേര് കളഞ്ഞു, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളും അങ്ങനെ കുറേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ തുറന്നു നോക്കും, കണ്ടു എന്ന് വരും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഞാൻ ഇന്ന് വരെയും രേണുസുതി എന്നുള്ള ഒരു ടോപ്പിക് എടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ എങ്ങനെ നടന്നു കഴിഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ബോധേഡാവാനുള്ള സമയത്ത് നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളെ കൂടെ കുറിച്ച് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക് എടുത്തിട്ടില്ല, ഞാൻ അവരെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു റീലിലൂടെ കാണിക്കാനും ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനും വന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെങ്ങനെയോ റീലെടുത്തോട്ടെ, അവരാരുടെ കൂടെയോ ഡാൻസ് കളിച്ചോട്ടെ, അവരേത് രീതിയിലുള്ള ഡ്രസ്സോ ഇട്ടോട്ടെ, അത് അവരുടെ ചോയ്സാണ്, അവരുടെ ലൈഫാണ്. പക്ഷെ ഇവരിപ്പോൾ ഈ റീലെടുത്തിരിക്കുന്നത് നടുറോട്ടിൽ വെച്ചിട്ടാണ്. അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുള്ള റോട്ടിൽ വെച്ചിട്ടാണ്, ഹൈവേ ആണെന്നാണ് തോന്നുന്നത്. ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. കാരണം മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് അവർക്ക് കോപ്രായം കാണിക്കാൻ ആരും എന്താക്കിയിട്ടില്ല, ഒരു പെർമിഷനും കൊടുത്തിട്ടില്ല. അവർക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അത് അവർ ചെയ്താലും ഞാൻ ചെയ്താലും വേറെ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോനെയൊക്കെ ടാഗ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കമൻറ്റ് ഞാൻ ഇവിടെ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ കമൻറ്റ് വായിച്ച് ചിരിക്കുമ്പോഴാണ്, കമൻറ്റ് വായിക്കുമ്പോഴാണ് കോമഡി, എനിക്ക് ചിരി വരും. കമൻറ്റ് ഞാൻ വായിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചോളിട്ടോ. അവൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രേണുസുതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല, നല്ലതായിട്ടുള്ള അഭിപ്രായമില്ല, ചീത്തയായിട്ടുള്ള അഭിപ്രായമില്ല. ഞാൻ അവരെ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. അവർക്ക് റീൽ ചെയ്യണോ ചെയ്തോട്ടെ, അവർക്ക് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണോ, അവർ ധരിച്ചോട്ടെ. അവർ സുധിച്ചേട്ടൻ്റെ പേര് ചീത്തയാക്കുന്നുണ്ടോ, എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ മാതിരിയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുമ്പം ഒന്ന് പറയണം തോന്നും അല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നില്ലേ ഒന്ന് പറയണം, രണ്ട് പറയണം? അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അവർ അതിന് പറ്റിയ സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യുക. ഒരു ബീച്ചിൽ പോയി ചെയ്താൽ ചിലപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരില്ല. അവരേതെങ്കിലും റിസോർട്ടിലോ അതിന് പറ്റിയ ഷൂട്ടിംഗ് ലൊക്കേഷനിലോ പോയി ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ച് ചെയ്താൽ ഒന്നും നോ കമൻസ്. നടു റോട്ടിൽ പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ചെയ്യുന്ന സമയത്ത്, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും എന്താക്കാൻ പറ്റില്ല, നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനോ അനുവദിച്ചു കൊടുക്കാനോ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് രേണുസുതി എന്നുള്ള ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഇതിലാണെങ്കിലും ഞാൻ അവരുടെ വസ്ത്രത്തിനെക്കുറിച്ചോ അവരുടെ ആക്ടിങ്ങിനെക്കുറിച്ചോ അവരുടെ ബാക്കിയുള്ള റൈറ്റ്സിനെക്കുറിച്ചോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനിട്ട് പറയുകയില്ല. ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് എൻ്റെ റിലീജിയൻ
ഇതിനനുസരിച്ച് ഞാൻ ചെയ്യും, അതെൻ്റെ ഇഷ്ടമാണ്. ചിലപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഞാൻ ചെയ്യും, അതും എൻ്റെ ഇഷ്ടമാണ്. അത് പക്ഷേ വേറൊരാൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അതിനുള്ള എല്ലാ റൈറ്റ്സും രേണുസുതിക്കും ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നോ കമൻസ്. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇവർ റോട്ടിൽ വന്നിരുന്നിട്ട് കോപ്രായം കാണിക്കുമ്പം അത് ആൾക്കാർക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടോ, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, ട്രാഫിക് ജാം ഉണ്ടാകും, ഒരു പക്ഷേ വണ്ടി കയറി വല്ലതും സംഭവിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യം കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും വിയോജിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. എന്നാലും 4 ദിവസം കാണാണ്ടി ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ. എന്തായിരുന്നു, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ പല. എല്ലാവരും ചാനൽ കാണല്ലേ. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും